ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരുടേത് എന്ത് ആരൊക്കെ അനർഹമായി കൊള്ളയടിച്ചാലും ശരി, കബളിപ്പിച്ചെടുത്താലും ശരി, അതൊരു നാൾ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു പോകും. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പല തവണകളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ക്ഷേത്രങ്ങളായിരുന്ന, ചർച്ചുകളായിരുന്ന പല ഭൂമികളും പിടിച്ചെടുത്ത് ഒടുവിൽ അത് ഇസ്ലാമിൻ്റെതാക്കി മസ്ജിദുകളാക്കി മാറ്റി കഴിയുമ്പോൾ ഇത് ആരാധനാലയമാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ വികാരം മൃണപ്പെടുന്ന ഇസ്ലാം മത വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണ്. അതിലേക്ക് തൊടാൻ പാടില്ല. അതിൽ തൊട്ടുകഴിഞ്ഞാൽ നാട് നിന്ന് കത്തും എന്നുള്ള വലിയ ഒരു പ്രകോപനപരമായ മെസ്സേജാണ് ഇത്രയും കാലവും ഇവർ ഈ നാട്ടിൽ സ്പ്രെഡ് ചെയ്ത് പലതും പിടിച്ചടക്കിക്കൊണ്ടിരുന്നത്. അവര് കലാപകാരികളാകും, നാട് കത്തിക്കും, കുട്ടിച്ചോറാക്കും, അവരെ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങും, അവർ വാഹനങ്ങൾ അടിച്ച് തകർക്കും, പൊതുനിരത്തുകൾ അവർ കൈയടക്കും, സാധാരണക്കാരന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും, പൊതുമുതലുകൾ അവർ നശിപ്പിക്കും, സർക്കാരിന് മനസ്സമാധാനത്തോടുകൂടി ഭരിക്കാൻ പറ്റില്ല തുടങ്ങിയ ആശയങ്ങളിലാണ് ഇത്രയും കാലവും വെടക്കാക്കി തനിക്കാക്കുക എന്ന ആശയവുമായി ഇവർ പോയിരുന്നത്. പക്ഷേ ഇന്നിപ്പോഴിതാ അതിനൊക്കെ അറുതി വന്നിരിക്കുന്നു. അതെ, വിശ്വാസികൾ, അതായത് ഇസ്ലാം മത വിശ്വാസികളുടെ ഈ രൂപത്തിലുള്ള ഇരട്ടത്താപ്പുകളും ഉമ്മാക്കി കാണിക്കലുമൊന്നും ഇനിയും ഹൈന്ദവ സമൂഹത്തോട് പറ്റില്ല എന്ന ഒരു വലിയ മെസ്സേജുമായിട്ടാണ് ഇന്ന് ഹിന്ദുക്കൾ ഉണർന്നു നിൽക്കുന്നത്. എവിടെയൊക്കെയാണോ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ഇവർ പിടിച്ചെടുത്തിട്ടുള്ളത്, എവിടെയൊക്കെയാണോ അനധികൃതമായ മസ്ജിദുകൾ ഇവർ കെട്ടി ഉയർത്തിയിട്ടുള്ളത്, അതെല്ലാം ഇപ്പോൾ കണ്ടുപിടിക്കുകയും അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ അടക്കം, സുപ്രീം കോടതിയുടെ വിധികൾ അടക്കം മുന്നോട്ട് വെച്ച് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം എല്ലാം അടക്കി ഭരിച്ച് എല്ലാം നിയന്ത്രിച്ചങ്ങ് മുന്നോട്ട് പോകാമെന്ന ഒരാശയം ഇനിയും ഇവിടെ ചെലവാകത്തില്ല എന്നുകൂടി ഹിന്ദുക്കൾ പഠിപ്പിക്കുകയാണ്. തുടക്കം കുറിക്കുകയാണിപ്പോൾ യോഗി ആദിത്യനാഥ്. UP-യിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളാണോ തല്ലി തകർത്ത് നിങ്ങൾ അവിടെ മസ്ജിദുകൾ കെട്ടി ഉയർത്തിയിട്ടുള്ളത്, UP കണ്ട് തന്നെ തുടങ്ങട്ടെ ആരാണ് ഹിന്ദു എന്ന ഒരു വലിയ ആശയം. ഉത്തർപ്രദേശിലെ ബറേലി ശ്രീ ഗംഗാ മഹാറാണി ക്ഷേത്രം ഇസ്ലാമിസ്റ്റ് കയ്യേറ്റത്തിൽ നിന്ന് ഹിന്ദു വിശ്വാസികൾ മോചിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രം തിരിച്ചുപിടിച്ചത്. തുടർന്ന് ഹിന്ദു സംഘടനകൾ അവിടെ നിന്ന് ഇസ്ലാമിക പതാക നീക്കം ചെയ്യുകയും കാവ്യ പതാക ഉയർത്തുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും പുനരുജ്ജീവിപ്പിക്കാനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്ഷേത്രം പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ബറേലിയിലെ കില പ്രദേശത്തുള്ള ബഗർഗജ് ഇവരെ വിചാരിച്ചത് ഇസ്ലാമിക ആരാധനാലയങ്ങളായതുകൊണ്ടും പെട്ടെന്ന് പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് പോകുന്ന മുസ്ലിങ്ങളായതുകൊണ്ടും അവിടെ മസ്ജിദ് കെട്ടിപ്പൊക്കിയാൽ ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നായിരുന്നു. ഇതുവരെ ഇവരുടെ ഈ അടിച്ചമർത്തലുകളെയും പിടിച്ചടക്കലുകളെയും ചോദ്യം ചെയ്യാൻ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള, ഹിന്ദു ഭരണാധികാരികളായിട്ടുള്ള ആരും തയ്യാറായിട്ടില്ല എന്ന് കരുതി നിങ്ങൾ എല്ലാ കാലവും ഇതൊക്കെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ധരിക്കരുത്. അതിന് ഒരു തിരുത്തു കൊടുക്കുകയാണ് യോഗി ആദിത്യനാഥ്. സ്ഥിതി ചെയ്യുന്ന ശ്രീഗംഗാ മഹാറാണി ക്ഷേത്രം 1905 നിർമ്മിച്ചതാണ്. നേരത്തെ ഈ സ്ഥാനത്ത് ദൌലി രഘുവൽ ദയാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അത് മാറ്റിയതോടെ ക്ഷേത്രത്തിലെ സ്ഥിതി മോശമാകാൻ തുടങ്ങി. ക്ഷേത്ര പരിസരത്ത് അനധികൃതമായി താമസിച്ചിരുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ 40 വർഷമായി മസ്ജിദ് അലിയും കുടുംബവും ഈ ക്ഷേത്ര കെട്ടിടം കൈവശം വെച്ചിരുന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണം തുടങ്ങി. തഹസിൽദാർ ബ്രജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് സംഘം സ്ഥലത്തെത്തി റവന്യൂ രേഖകൾ പരിശോധിച്ചു. ഇതിനുശേഷം ഭരണസമിതി ക്ഷേത്രം ഒഴിപ്പിക്കുകയായിരുന്നു. അതേസമയം സംഭാവനയ്ക്ക് ശേഷം വാരണാസിയിലെ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വാരണാസിയിലെ മദൽപുരയുടെ ക്ഷേത്രം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഈ ക്ഷേത്രം പൂട്ടിക്കിടക്കുകയായിരുന്നു. മുസ്ലിം കുടുംബം താമസിച്ചിരുന്ന വീടിനൊപ്പമാണ് ക്ഷേത്രം കണ്ടെത്തിയത്. എന്നാൽ ഈ ഒരു വിഷയം ചർച്ചയായിരിക്കെ ഇപ്പോഴിതാ കാശിയിലെ 18 പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാമറയത്താണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിലെ സനാതന രക്ഷാദളിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് ശർമ്മയാണ് ഈ ഒരു വിവരവുമായി രംഗത്തെത്തിയിരുന്നത്. പുഷ്പദത്തേശ്വർ മുതൽ തെക്ക് വരെ 18 പുരാണ തീർത്ഥാടനങ്ങളുണ്ട്. ദേവ്നാഥ്പുരയ്ക്കും മദൽപുരയ്ക്കും ഇടയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്കായുള്ള തെരച്ചിലിനിടയിലാണ് 250 വർഷം പഴക്കമുള്ള ക്ഷേത്രം വാരണാസിയിൽ കണ്ടെത്തിയത്. എന്നാൽ ആരാണ് പൂട്ടിട്ടതെന്നും താക്കോൽ ആരുടെ കൈവശമാണെന്നും ആർക്കും അറിയില്ല. ഹിന്ദുക്കൾ ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവ. പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഇവിടെ കയ്യേറുകയായിരുന്നു. കണ്ടെത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം വളരെ പുരാതനമായവയാണ്. 40 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രമാണ് വാരണാസിയിലെ മദൽപുരിയിൽ കണ്ടെത്തിയത്. 40 അടിയോളം
ഉയരമുള്ള പുരാതന ക്ഷേത്രം ജീർണാവസ്ഥയിലാണ്. പൊടിപടലങ്ങളും മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ടുണ്ട്. വാർത്താ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് പുരാതന ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഈ സംഭവ വികാസങ്ങളിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്തയും ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. അതായത് എല്ലാ കാലത്തും നിങ്ങൾക്കിത് മസ്ജിദായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. ഇസ്ലാമിന്റെ ബേസ് തന്നെ കൊള്ളയടിക്കലാണ്. ആരാന്റേത് പിടിച്ചു പറിച്ച് എട്ടുകാലി മമ്മൂന് ചമയുന്ന രീതിയുണ്ടല്ലോ, ഇനി അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനിയും ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെ അള്ളാഹു അക്ബർ എന്നുള്ള ഒരു കരഘോഷം മുഴക്കി കഴിഞ്ഞാൽ, ആ രൂപത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുള്ള ആളുകളൊക്കെ ഓടി ഒളിക്കുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. ഇത് ഫൈറ്റേഴ്സിന്റെ കാലഘട്ടമാ. പുതിയ തലമുറയിലെ ഊർജസ്വലരായ ഈ രാജ്യത്തൊരു നിയമമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നിയമത്തെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ന് ഹൈന്ദവ നേതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരാണ് ഇന്ന് ഇതുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മുസ്ലിങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണോ കണ്ണുവച്ചിരിക്കുന്നത്, ഏതൊക്കെ ഭൂമിയാണോ വഖഫിൻ്റെതാക്കാമെന്ന് ധരിച്ചിരിക്കുന്നത്, നടക്കില്ല എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണിത്. എല്ലാത്തിനും തുടക്കം കുറിക്കുകയാണ് യോഗിയുടെ യുപിയും യോഗിയുടെ ഭരണഘടനയും. യോഗി ഇന്ത്യയുടെ ഭരണഘടന എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സംസ്കാരങ്ങളെ സംരക്ഷിച്ചതിന്റെ പേരിൽ സനാതന ധർമ്മത്തെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. സനാതന ധർമ്മം പല സംസ്കാരങ്ങളെയും സംരക്ഷിച്ചിട്ടുണ്ട് അത്രേ. ചിലപ്പോഴൊക്കെ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ചിട്ടുമുണ്ടെന്ന് യോഗി പറയുന്നു. ഏറെ ആദരിക്കപ്പെടേണ്ടുന്ന സ്ഥാനത്ത് നിർത്തേണ്ടുന്ന സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിന് പിന്നിലുള്ള അവരുടെ താല്പര്യങ്ങൾ എന്താണ്? ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നവരുടെ പിൻഗാമികൾ നശിപ്പിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക സമാധാനം കൊണ്ടുവരാൻ സനാതന ധർമ്മത്തിന് മാത്രമേ സാധിക്കൂ എന്ന് യോഗി പറയുന്നു. അയോധ്യയിൽ നടന്ന പീഠധീശ്വർ ശ്രീധരാചാര്യ മഹാരാജന്റെ കഥാ പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് വൈകാരികമായി പ്രതികരിച്ചത്. മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സനാതനധർമ്മം സംരക്ഷിക്കപ്പെടുക എന്നത്. സനാതനധർമ്മം സുരക്ഷിതമാണെങ്കിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്ന് യോഗി പറയുന്നു. മനുഷ്യരാശിയുടെ ആഗോള തലത്തിലുള്ള ക്ഷേമത്തിനും ഇന്ത്യയുടെ ആത്മീയമായ സ്വത്വത്തിനും സനാതനധർമ്മം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അവിടെ നരകം വിതയ്ക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നതാണ്. ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഭൂമിയിൽ നരകം വിതയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് വീണ്ടും ആവർത്തിച്ചു യോഗി ആദിത്യനാഥ്. മധുരയിലെ കൃഷ്ണജന്മഭൂമിയിലും അയോധ്യയിലെ രാമജന്മഭൂമിയിലും ഇത് സംഭവിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ആരാധനാലയവും ഈ ലോകത്ത് വേണ്ട എന്ന നിലപാടാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ അടിച്ചു തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിന്റെ മതചിഹ്നങ്ങളും ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ അനർഹരായവർ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടും. നന്ദി.